CPM-ൽ സമ്മേളനങ്ങളുടെ കാലമാണിപ്പോൾ. ഏരിയ ലോക്കൽ സമ്മേളനങ്ങളിൽ അവിടെ പൊട്ടലും ചീറ്റലും കണ്ടു. കൊല്ലത്ത് പരസ്യ പ്രകടനം വരെ ഉണ്ടായി. കോൺഗ്രസിലെ അവസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് പി ജയരാജൻ പാർട്ടി വിമർശനങ്ങളെ നേരിടുന്നത്. നമ്മുടെ കോൺഗ്രസ് കേരളത്തിലെ പ്രതിപക്ഷത്തെ പ്രമുഖമായിട്ടുള്ള പാർട്ടിയാണല്ലോ കോൺഗ്രസ്. CPM നടത്തുന്ന പോലെയുള്ള ഒരു സമ്മേളനം അവർക്ക് നടത്താൻ പറ്റുമോ? നടത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? എങ്കിൽ ചർച്ച ആരംഭിക്കാം. പ്രഭാകര പ്രഭു കൂടി എത്തിക്കോട്ടെ. ആ കൂതറ തെണ്ടി വരണവരെ കാത്തിരിക്കാൻ എനിക്ക് വയ്യ. പ്രഭാകര പ്രഭു ഒന്ന് വിളിച്ചോക്കപ്പോ എവിടെയുള്ളൂ? ഒരു ചെസ് ടൂർണമെന്റ് ഇങ്ങനെ തെറി വിളിക്കല്ലേ, ഒരു മനുഷ്യനാണ് ഞാൻ. KPCCയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സതീശനെ എന്താ അഭിസംബോധന ചെയ്യുന്നത്? മൈ ഡിയർ കുട്ടിച്ചാത്ത അല്ലേ? പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശമാണ്. എന്താ പറഞ്ഞതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. ഒന്ന് വിളിച്ചോക്കപ്പോ എവിടെയുള്ളൂ? ഒരു ചെസ് ടൂർണമെന്റ് ഇത്ര വലിയ ഐക്യമാണ്, ഇത്ര വലിയ യോജിപ്പാണ്. ഒരേ ചോരയാണെങ്കിലും ഇവന്മാര് നേർക്കുനേരിൽ കണ്ടാൽ പിന്നെ യുദ്ധമാണ്. KPCC പ്രസിഡന്റ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ അഭിസംബോധന ചെയ്യുന്നത് നമ്മളെല്ലാം മാധ്യമങ്ങളിലൂടെ കണ്ടു കേട്ടു. അതിലൊരു സത്യമുണ്ട്. അവിടെ ഞാനും KPCC പ്രസിഡന്റും തമ്മിലൊരു തർക്കം ഉണ്ടായിരുന്നു. നീ മാത്രമേ ഉള്ളൂ അലവലാതി? ഇവിടെ വേറെ ആരുമില്ലേ? ഇങ്ങനെ ഒരു തർക്കം ഞങ്ങൾ തമ്മിലുണ്ടായി. സത്യമാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരോട് പറയാനുള്ളത്, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രം ഒരു സവിശേഷതയാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ പാർട്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിനിടയിൽ വന്നിട്ടുള്ള പോരായ്മകൾ അത് വിമർശിച്ചുകൊണ്ട് പാർട്ടി ഇല്ലാണ്ടാകും.